കൃഷ്ണ ഗുരുവായൂരപ്പ. നമസ്കാരം, സ്വാഗതം. വിഷ്ണു സഹസ്രനാമം അടുത്ത കുറച്ച് നാമങ്ങൾ അതിൻ്റെ അർത്ഥമൊക്കെ നോക്കാം. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഗുരുഭ്യോ നമ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസദർശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം. സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ. നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ഇന്ന് 471 മുതൽ 480 വരെയുള്ള നാമങ്ങൾ, അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പൊതുവെ ഭഗവാൻ, വിഷ്ണു ഭഗവാൻ, ഈ ഭഗവാൻ എവിടെയാണെന്ന് ചോദിച്ചാൽ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഭഗവാൻ ആണ് വിഷ്ണു ഭഗവാൻ എന്നാണ് ആ വിഷ്ണു എന്ന പദത്തിന് തന്നെ അർത്ഥം. അപ്പോൾ അതുപോലെ തന്നെ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിലെ എല്ലാ വ്യാപാരങ്ങളും ഭഗവാന്റെ അധ്യക്ഷതയിൽ നടക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു അറിവാണ് നമുക്ക് ഈ സഹസ്രനാമങ്ങളുടെ അർത്ഥങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സഹസ്രനാമ പാരായണം ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് കുറച്ച് യൂസ്ഫുള്ളായിട്ട് മാറണമെങ്കിൽ അതിൻ്റെ അർത്ഥമൊക്കെ കുറച്ച് മനസ്സിലാക്കി ആ ഒരു സഹസ്രനാമം ജപിക്കുമ്പോൾ കുറച്ചുകൂടെ അതിന് ഗുണം കൂടുതലായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് 471 നാമം മുതൽ, അതായത് വത്സരോ വത്സല വത്സി രത്നഗർഭോ ധനേശ്വര ധർമ്മഗുർധർമ്മേ സദസക്ഷരമക്ഷരം അവിജ്ഞാത സഹസ്രാംശൂർ വിധാതാകൃതലക്ഷണ, ആ ഒരു ഭാഗത്ത് വരുന്ന 10 നാമങ്ങളിലാണ് നോക്കുന്നത്. അതിൻ്റെ അർത്ഥമാണ് നോക്കുന്നത്. 471 മുതൽ 480 വരെയുള്ള നാമങ്ങൾ. അപ്പോൾ ഇന്ന് 471 വത്സല എന്നാണ്. വത്സല എന്ന് പറയുമ്പോൾ എല്ലാവരോടും വാത്സല്യമുള്ളവൻ ഭഗവാൻ, ഭക്തരോട് പ്രത്യേകിച്ചും വാത്സല്യമുള്ള ഭഗവാൻ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഭഗവാനെ ആശ്രിത വത്സലനേ കൃഷ്ണ കൃഷ്ണ എന്നൊക്കെ നമ്മൾ പാട്ടിൽ കേട്ടിട്ടുണ്ടല്ലോ വരികൾ. അത് കാരണം ആശ്രയിക്കുന്നവരോട് വാത്സല്യമുള്ള ഭഗവാൻ, അതാണ് ഭക്തരോട് വാത്സല്യമുള്ളവനാണ് ഭഗവാൻ. വാത്സല്യം, കാരുണ്യം എന്നീ ഭാവങ്ങളാണ് ഭക്തന്മാരോട് ഭഗവാനുള്ളത്. അപ്പോൾ ശിക്ഷിക്കുന്നതും രക്ഷിക്കുന്നതും നിഗ്രഹിക്കുന്നതും ഒക്കെ ഭഗവാൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ, ഈ ശിക്ഷിക്കുന്നതും അതുപോലെ നിഗ്രഹിക്കുന്നതും ഒക്കെ നമ്മൾ അസുരന്മാരെ ശിക്ഷിക്കുന്നു നിഗ്രഹിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇതൊക്കെ പക്ഷേ അവരോടുള്ള കാരുണ്യം കൊണ്ടാണ് എന്ന് നമ്മൾ പല ലീലകളിലും നമ്മൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഭഗവാന്റെ തന്നെ കൃഷ്ണലീലകളിലൊക്കെ അവരോടുള്ള കാരുണ്യം കൊണ്ടാണ് അവരെ നിഗ്രഹിക്കുന്നതും ശിക്ഷിക്കുന്നതും ഒക്കെ തന്നെ. അപ്പോൾ ഭഗവാന്റെ ലീലകൾ കാണുകയും കേൾക്കുകയും അതുപോലെ തന്നെ സ്മരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു ഭക്തി നമ്മുടെ ഉള്ളിൽ ഉദിക്കുന്നു എന്നും, ആ ഒരു ഭക്തരോടുള്ള ആ ഒരു ഭഗവാന്റെ ആ ഒരു ഇഷ്ടം, അത് ഭക്തരോട് ദാസ്യഭാവം സ്വീകരിക്കാൻ പോലും ഭഗവാൻ മടിക്കില്ല എന്ന് നമുക്ക് പല ലീലകളിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഭക്തവത്സലനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് വത്സല എന്ന നാമം, ഭക്തന്മാരോട് വാത്സല്യമുള്ള ഭഗവാൻ. 472 നാമം വത്സി. വത്സന്മാരെ പാലിക്കുന്നതിനാൽ വത്സി. വത്സന്മാരെന്ന് പറയുമ്പോൾ നമുക്ക് ഗോക്കൾ എന്നും പറയാം. ആ ഗോക്കളെ പാലിക്കുന്നതിനാൽ വത്സി എന്ന് പറയാം. പിന്നെ ഭഗവാൻ ജഗത്തിൻ്റെ തന്നെ പിതാവാണ്. അതുകൊണ്ട് സകല പ്രജകളും ഭഗവാന്റെ വത്സന്മാരാണ്, ഭഗവാന്റെ ഗോക്കളാണ് നമ്മളെല്ലാവരും എന്നാണ് പറയുന്നത്. അപ്പോൾ വത്സന്മാരോട് കൂടിയവൻ എന്ന അർത്ഥത്തിലും വത്സി എന്ന് പറയാം. ഭഗവാന്റെ മാറിൽ ശ്രീവത്സം എന്നുള്ള ഒരു മറുകുണ്ടല്ലോ. അപ്പോൾ ആ മറുക് ഭൃഗു മഹർഷി ചവിട്ടിയ ആ ഒരു പാട് ശ്രീവത്സം എന്ന മറുകാണ്. ആ മറുക് ഒരു ദിവ്യമായ അടയാളമാണ് ആ മറുക്. അങ്ങനെയും
അങ്ങനെ പറയുമ്പോഴും വത്സി എന്ന് പറയാം. ആ ഒരു ശ്രീവത്സം എന്ന മറുക് ആ ദിവ്യമായ ആ ഒരു അടയാളത്തോടു കൂടിയ ഭഗവാൻ എന്നർത്ഥത്തിലും, അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമാണ് ഭഗവാന്റെ മാറിടം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും ആ ഒരു അടയാളത്തോടു കൂടിയവൻ എന്നുള്ള അർത്ഥമാണെങ്കിലും വത്സി എന്ന നാമം. ഇനി 473 നാമം രത്നഗർഭ. രത്നങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ സമുദ്രസ്വരൂപനാണ് രത്നഗർഭൻ. രത്നങ്ങളെ വഹിക്കുന്ന സമുദ്രം തന്നെ സ്വരൂപമായിട്ടുള്ള. അപ്പോൾ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണല്ലോ രത്നങ്ങളും പവിഴങ്ങളും മുത്തുകളും ഒക്കെ കിട്ടുക. അപ്പോൾ ആ ഒരു സമുദ്രം തന്നെ സ്വരൂപൻ ആയിട്ടുള്ളവൻ, രത്നങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്നവൻ, സമുദ്രം താൻ തന്നെയാണെന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. അതായത് സരസാം അസ്മി സാഗര എന്ന്, ജലാശയങ്ങളിൽ ഞാൻ സാഗരമാണ്, ഞാൻ സമുദ്രമാണ് എന്ന് ഭഗവാന്റെ ഗീതയിൽ പറയുന്നുണ്ട്. ഇനി 474 നാമം ധനീശ്വര. ധനങ്ങളുടെ എല്ലാം ഈശ്വരൻ ഭഗവാനാണ്. അപ്പോൾ ധനം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഐശ്വര്യം, ലക്ഷ്മി, ശ്രീ എന്നൊക്കെയാണല്ലോ. ഈ ലക്ഷ്മി എന്ന് പറയുന്ന ലക്ഷ്മി തന്നെ, മഹാലക്ഷ്മി തന്നെ ഇരിക്കുന്ന ഭഗവാന്റെ മാറിടത്തിലായിരിക്കുമ്പോൾ ആ മഹാലക്ഷ്മിക്കും ഈശ്വരനായിട്ടുള്ളവൻ ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ ധനീശ്വരൻ, ലക്ഷ്മിയുടെ പോലും ഈശ്വരനായിട്ടുള്ള, എല്ലാ ഐശ്വര്യങ്ങൾക്കും ഈശ്വരനായിട്ടുള്ള ഭഗവാൻ ധനീശ്വരൻ. ആ ഭഗവാന്റെ വക്ഷസിലാണ് ഐശ്വര്യ ദേവതയായിട്ടുള്ള മഹാലക്ഷ്മി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായതും നശിക്കാത്തതുമായ ധനം ജ്ഞാനമാണ് എന്നും ഭഗവാൻ ജ്ഞാനസ്വരൂപനാണ് എന്നും ഉള്ളതിനാൽ ധനേശ്വരൻ എന്നുള്ള നാമം പറയുന്നു. ഇനി അപ്പോൾ ധനേശ്വരൻ, ധനങ്ങളുടെ എല്ലാം ഈശ്വരനായിട്ടുള്ള ഭഗവാൻ. 475 നാമം ധർമ്മഗുപ്. ധർമ്മത്തെ രക്ഷിക്കുന്നവൻ ധർമ്മഗുപ്. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് 4ാമത്തെ ചാപ്റ്ററിലെ 8ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അപ്പോൾ എവിടെയൊക്കെ ധർമ്മത്തിന് ച്യുതി സംഭവിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഞാൻ അവതരിക്കും അർജുന എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ ധർമ്മത്തെ രക്ഷിക്കുന്നവൻ എന്ന അർത്ഥമാണ് ധർമ്മഗുപ് എന്ന് പറയുന്ന നാമം 475. ശങ്കരാചാര്യർ പറയുന്ന വ്യാഖ്യാനത്തിൽ ധർമാൻ ഗോപയതി ഇതി ധർമ്മഗുപ് എന്ന് പറയുന്നു. അതായത് ധർമ്മത്തെ രക്ഷിക്കുന്ന ഭഗവാൻ എന്ന് ശങ്കരാചാര്യർ പറയുന്നുണ്ട്. ധർമ്മത്തെ രക്ഷിക്കുന്നവൻ, എല്ലാ യുഗങ്ങളിലും ധർമ്മത്തെ രക്ഷിക്കുന്നവൻ എന്നർത്ഥം. അപ്പോൾ ഇനി 475 നാമം, 476 നാമം ധർമ്മകൃത്. ധർമ്മത്തെ കൃത് എന്ന് പറയുമ്പോൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ സൃഷ്ടിക്കുക. അപ്പോൾ ധർമ്മത്തെ സൃഷ്ടിക്കുന്നവൻ അല്ലെങ്കിൽ ധർമ്മത്തെ രക്ഷിക്കുന്നവൻ അതും ഭഗവാൻ തന്നെയാണ്. ധർമ്മത്തെ സൃഷ്ടിക്കുന്നവനും അനുഷ്ഠിക്കുന്നവനും ഒക്കെ ഭഗവാനാണ്. എന്നാൽ ഭഗവാൻ ധർമാധർമ്മങ്ങൾക്ക് അതീതനാണ്. ധർമ്മം മര്യാദയെ നിലനിർത്തുന്നതിന് വേണ്ടി ധർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഭഗവാനാണ് ആ ധർമ്മത്തെ നിലനിർത്താനാണ് ഭഗവാൻ പല അവതാരങ്ങളെടുത്ത് അവതരിച്ചത്. പല നമ്മൾ ദശാവതാര കഥകളിലൊക്കെ കാണാമല്ലോ. അവിടെ എല്ലാം അധർമ്മം നശിപ്പിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അവതരിച്ചത്. അപ്പോൾ അങ്ങനെ അവതാരങ്ങളിൽ കൂടി ഭഗവാൻ ധർമ്മ ആചരണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നും, അങ്ങനെ ഭഗവാൻ ധർമാചരണത്തിന് വേണ്ടി നിഷ്ഠയോടെ പെരുമാറുന്നതായിട്ട് നമുക്ക് കാണാം. അത് ഭഗവാൻ എന്തിനാണ് ഒരു നിഷ്ഠയോടെ പെരുമാറിയത് എന്ന് ചോദിച്ചാൽ അത് ജനങ്ങൾക്ക് മാതൃകയാകാൻ വേണ്ടി മാത്രമാണ് എന്നും, അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ 3ാമത്തെ ചാപ്റ്ററിൽ പറയേണ്ടത് നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാന അവാപ്തവ്യം വർത്ത ഏവച കർമ്മണി എന്ന്. എനിക്ക് ഈ ലോകത്തിൽ ചെയ്യപ്പെടേണ്ടതായിട്ട് കർത്തവ്യകർമ്മം യാതൊന്നും തന്നെ ഇല്ല എന്നും, എന്നാൽ ഈ 3 ലോകത്തിലും നേടേണ്ടതായിട്ടും നേടിയതായിട്ടോ ഒന്നും ഇല്ല, നേടേണ്ടതായിട്ടും ഒന്നുമില്ല ഭഗവാന്. എന്നിട്ടും ഭഗവാൻ പല അവതാരങ്ങളെടുത്ത് പല കർത്തവ്യങ്ങളും ചെയ്ത് നമുക്ക്
നമുക്ക് മാതൃകയായിട്ടിരിക്കാൻ വേണ്ടിയാണ് അതെല്ലാം ചെയ്തത്. അല്ലാതെ ഭഗവാനൊന്നും നേടേണ്ടതായിട്ടില്ല എന്നും അതുകൊണ്ടാണ് ഞാൻ കർമ്മത്തിൽ തന്നെ വർത്തിക്കുന്നത് എന്നുമാണ് ആ ഒരു ശ്ലോകം പറയുന്നത്. അതായത് നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന ജ്ഞാനവാപ്തമവാപ്തവ്യം വർത്ത ഏവജ കർമ്മണി എന്ന്. പിന്നെ നാമം 477 ധർമ്മി ധർമ്മത്തെ രക്ഷിക്കുന്ന ഭഗവാൻ, ധർമ്മത്തിന് ആധാരമാണ് ഭഗവാൻ. അപ്പോൾ ധർമ്മം എന്ത് എന്ന് ഭാഗവതത്തിൽ കൃത്യമായിട്ട് പറയുന്നു. ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം നവൈ വിദുർ ഋഷയോ നാഭി ദേവാഹ. അതായത് ഭഗവാനാൽ ആവിഷ്കരിക്കപ്പെട്ടതാണ് ധർമ്മമെന്നും അതിൻ്റെ പൊരുൾ ആ ധർമ്മം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ ഋഷിമാർക്കോ ദേവന്മാർക്കോ പോലും അറിയുന്നില്ല എന്ന് ഭാഗവതത്തിൽ 6-ാമത്തെ സ്കന്ധത്തിൽ 3-ാമത്തെ ചാപ്റ്ററിൽ 19-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം നവൈ വിദുർ ഋഷയോ നാഭി ദേവാഹ എന്ന്. അതായത് ഭഗവാനാൽ ആവിഷ്കരിക്കപ്പെട്ടതാണ് ധർമ്മം. അപ്പോൾ ഇവിടെ എന്തുണ്ടോ അതെല്ലാം ഭഗവാനാൽ ആവിഷ്കരിക്കപ്പെട്ടതാണ്. ഭഗവാൻ എല്ലാത്തിനെയും സൃഷ്ടിച്ച് അതിനെ രക്ഷിച്ച് അതിനെ സംഹരിക്കുന്ന ആ ഒരു അനന്ത ബോധശക്തിയാണ് ഭഗവാൻ എന്ന് പറയാം. ഇനി 478-ാമത്തെ നാമം സത്യസ്വരൂപമായ പരബ്രഹ്മം ഭഗവാനാകുന്നു എന്ന്. ഇവിടെ സദൈവ സൗമ്യ ഇതമഗ്ര ആസീത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സത്ത് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് 2 കാര്യങ്ങൾ കാണാൻ പറ്റും, സത്തും അസത്തും. അപ്പോൾ സത്യമായിട്ടുള്ളതാണ് സത്ത്. ആ സത്യസ്വരൂപം പരബ്രഹ്മം അത് ഭഗവാന്റെ രൂപമാണ് എന്നും ഇവിടെ സത്യം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇവിടെ സത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറയാം. അതാണ് സദൈവ സൗമ്യ ഇതം അഗ്ര ആസീത്. ഇവിടെ ഇതം അഗ്ര ആസീത്, ഇവിടെ ആദ്യമേ ഉണ്ടായിരുന്നത് ആ സത്ത് മാത്രമാണ്. അപ്പോൾ പ്രപഞ്ചം സൃഷ്ടിക്ക് മുമ്പ് ഇവിടെ എന്തുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പ്രപഞ്ചം ഉണ്ടാവുന്നതിന് മുമ്പ് ആ ഒരു സത്ത് ഭഗവാനായിട്ടുള്ള ആ സത്ത് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചാന്തോക്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. ആദ്യം പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് ഇവിടെ സത്ത് ആയിട്ട് ഭഗവാൻ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ അത് മാത്രമല്ല മിഥ്യയല്ലാത്തത് ആണല്ലോ സത്യം എന്ന് പറയുന്നത്. മിഥ്യയല്ലാത്തതും ശാശ്വതമായിട്ടുള്ളതും എന്നുമുള്ളതും ആയിട്ടുള്ള ഒരേ ഒരു സത്യം, ഏക സത്യം, അത് ഭഗവാൻ മാത്രമാണ് എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഇനി 479-ാമത്തെ നാമം അസത്ത്. നമ്മൾ ഈ കുട്ടികളെയുമൊക്കെ നമ്മളെന്തെങ്കിലുമൊക്കെ ചീത്തയൊക്കെ പറയുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് അസത്ത് എന്നൊക്കെ. അപ്പോൾ സത്തല്ലാത്തതിനെ ആണ് അല്ലെങ്കിൽ മിഥ്യയായിട്ട് കാണപ്പെടുന്ന സകലതും ബലീയസിയായിട്ടുള്ള മായയുടെ പ്രവർത്തനം കൊണ്ടാണ് എന്നും പിന്നെ അതുകൊണ്ടാണ് പല രൂപഗുണാദികൾ കൊണ്ട് നമുക്ക് പലതും പലതായിട്ട് കാണുന്നത്. എന്നാൽ അവയുമെല്ലാം ഭഗവാൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറയണമെങ്കിൽ ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ പ്രപഞ്ചത്തിൽ പലതും പല രൂപത്തിലും ഗുണത്തിലും നമ്മൾ കാണുന്നത് ഇതെല്ലാം ഭഗവാന്റെ ആ ഒരു മായ, ബലീയസിയായിട്ടുള്ള മായയുടെ പ്രവർത്തനത്താലാണ് എന്നും അത് മനസ്സിലാക്കാൻ പോലും നമുക്ക് കഴിയില്ല. അത്രയ്ക്ക് ബലവത്താണ് ആ മായ. അപ്പോൾ മായാദൃശ്യങ്ങൾക്ക് ആധാരമായത് സത്തായ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഈ മായാദൃശ്യമാണല്ലോ ഈ പ്രപഞ്ചം അതിലെ പല കാര്യങ്ങൾ അതൊക്കെ നമ്മൾ കണ്ടിങ്ങനെ ഭ്രമിച്ച് നമുക്ക് അറിയില്ല അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഇതിനൊക്കെ ഈ മായയായിട്ടുള്ള ഈ ദൃശ്യങ്ങൾ അതാണല്ലോ പ്രപഞ്ചം, അതിന് ആധാരമായിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് രജ്ജു സർപ്പഭ്രാന്തി എന്ന് പറയുന്നത്. ഒരു മങ്ങിയ വെളിച്ചത്തിൽ ഒരു കയറിനെ ഇരുട്ടത്ത് വഴിയിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ കാണുമ്പോൾ അത് പാമ്പാണോ എന്ന് വിചാരിക്കുന്ന ആ ഒരു പാമ്പ് എന്ന് പറയുന്നത് ഒരു മിഥ്യയാണ്. എന്നാൽ ഒരു വെളിച്ചത്തിൽ നോക്കുമ്പോൾ അത് കയറായിട്ട് തോന്നും. അപ്പോൾ അതിനെ രജ്ജു സർപ്പഭ്രാന്തി എന്ന് പറയും. അതായത് രജ്ജു എന്ന് പറയുമ്പോൾ കയറ്, സർപ്പം പാമ്പ്, ഭ്രാന്തി ആ മനസ്സിൻ്റെ ആ ഒരു എന്താ പറയുക മായ ഭ്രമം. അപ്പോൾ ഇതാണ് നമ്മളെപ്പോഴും സ്പിരിച്വലായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ കൂടുതലും ഈ കയറ്, പാമ്പ് ആ ഒരു മനസ്സിൻ്റെ ആ ഒരു മിഥ്യ ആയിട്ടുള്ള ആ ഒരു ധാരണ അതിനെ പറയുന്നുണ്ട്. അപ്പോൾ സത്യവസ്തുവെ കാണാതെ നമ്മൾ മായയെ കാണുന്നു ഈ ലോകത്തിൽ, അതാണ് അതിൻ്റെ അർത്ഥം.
ആ ഒരു മായയിൽ നിന്ന് നമ്മൾ എപ്പോഴാണോ നമ്മൾ പുറത്തു വരുന്നത് അപ്പോഴാണ് നമുക്ക് സ്ഥിരമായിട്ടുള്ള സന്തോഷവും സുഖവും ജീവിതത്തിൽ അനുഭവപ്പെട്ടുള്ളൂ. ഇനി 480ാമത്തെ നാമം ക്ഷരം. ക്ഷരം എന്ന് പറയുമ്പോൾ ക്രമമായിട്ട് നശിക്കുന്നത്. ഇപ്പോൾ അക്ഷരം എന്ന് നമ്മൾ ഈ ഊതൽ അക്ഷരമാണെന്ന് പറയും. അതുപോലെ പരബ്രഹ്മം അക്ഷരമാണെന്ന് പറയും. അപ്പോൾ അക്ഷരം ക്ഷരമില്ലാത്തത്, നശിക്കാത്തതാണ് അക്ഷരം. അപ്പോൾ പക്ഷേ ഇവിടുത്തെ നാമം ക്ഷരം എന്നാണ്. ക്രമമായി നശിക്കുന്നത്. സകല ഭൂതങ്ങളും ക്ഷരമാണ്. ഇപ്പോൾ നമ്മൾ ഒരാളുടെ ശരീരം, ഒരു മരം, ഒരു ജീവി, എന്തെങ്കിലും ഒരു ജന്തു, ഇതെല്ലാം നശിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്നതെല്ലാം നാമമുള്ളതാണ്, രൂപമുള്ളവയാണ്. അവയെല്ലാം നശിക്കും. നാമവും രൂപവുമുള്ള ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണപ്പെടുന്ന പലതും നശിക്കുന്നതാണ്. എന്നാൽ അവയ്ക്ക് ആധാരമായിട്ടൊരു സത്യവസ്തു ഉണ്ട് ഓരോന്നിനും. ഇപ്പം നമ്മളായിട്ട് നിലനിർത്തുന്ന ഒരു ആധാരമായിട്ടുള്ള ഒരു സത്യവസ്തു ഉണ്ട്. ആ സത്യവസ്തു നശിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആര് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം അത് ആ സത്യവസ്തു ആയിരിക്കും. എന്നും നമ്മുടെ ആചാര്യന്മാരൊക്കെ അവർ ഋഷി തുല്യരായിട്ടുള്ള നാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും പിന്നെ അതുപോലെ തന്നെ ശങ്കരാചാര്യർ, അവരെല്ലാം ഒരുപാട് തപസ്സനുഷ്ഠിച്ച് അതിലൂടെ മനസ്സിലാക്കിയ ഒരു സത്യമാണത്. അപ്പോൾ ഭഗവാൻ തന്നെയാണ് വിവിധ രൂപത്തിൽ വസ്തുക്കളും ജീവികളും പ്രതിഭാസങ്ങളുമായിട്ട് ഈ പ്രപഞ്ചത്തിൽ രൂപപ്പെടുന്നത് എന്നും, നശിക്കുക എന്നാൽ നമ്മൾ കാണുന്നത് നശിച്ചു എന്ന് പറയും. ഇപ്പം നമ്മളൊരു ചെടി ഇല്ലാതെയായി, അത് നശിച്ചു പോയി എന്ന് പറഞ്ഞാൽ അത് നശിച്ചു എന്ന് നമ്മുടെ ധാരണ. പക്ഷെ അത് പ്രപഞ്ചത്തിൽ അത് ലയിച്ച് അത് ഭഗവാനിൽ ലയിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെയാണ് ഓരോ ജീവനും, ഓരോ മനുഷ്യനും അതുപോലെയാണ്. ഒരാൾ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ നമ്മൾ പറയും അയാൾ പോയി എന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ അയാൾ പ്രകൃതിയിലേക്കും ആ ഒരു ഭഗവത് ചൈതന്യത്തിലേക്കും ലയിക്കുകയാണ് ചെയ്യുന്നത്. ക്ഷരമായ ഭാവം, അപ്പം ക്ഷരം എന്ന് പറയുന്നത് നശിക്കുന്നത്. ആ ഭാവം ബ്രഹ്മത്തിൻ്റെ ഭാവം തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്ഷരം എന്നുള്ള നാമമാണ് നമ്മൾ 480ാമത്തെ പറഞ്ഞത്, ക്രമമായി നശിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുണ്ടാകുന്നതെല്ലാം ക്രമമായിട്ട് നശിക്കും. എന്നാൽ ആ നശിക്കുന്നതിനൊക്കെ ആധാരം ഭഗവാനാണ്, എല്ലാം ചേരുന്നത് ഭഗവാനിലാണ്. അപ്പോൾ ക്ഷരവും ഭഗവാനാണ്, അക്ഷരവും ഭഗവാനാണ്. അതാണ് ആ ഒരു നാമങ്ങളുടെ പ്രത്യേകത. അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, അഹം ത്വാ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുച. കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. അപ്പം 471 മുതൽ 480 വരെയുള്ള വിഷ്ണു സഹസ്രനാമത്തിലെ നാമങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.